السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. കുടുംബത്തില് ഇന്ന് നമ്മളിവിടെ ചേരാൻ ഉണ്ടായ കാരണം 2021 തൈ ഫാമിലി ഓർഗനൈസേഷന്റെ കലണ്ടർ പ്രകാശനത്തോടനുബന്ധിച്ച് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ സഹോദര സഹോദരിമാരെ മത്സരിക്കുകയും അതിൽ വിജയികളായവരെ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരോട് കൂടെ വിജയിക്കാൻ വേണ്ടി വരുന്ന നമ്മുടെ സഹോദര സഹോദരിമാരുണ്ട്. അവരെയും നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട്. അവർക്കൊക്കെ ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മുഖ്യ ഘടകം. 2016 മുതലാണ് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ആദ്യകാല യോഗങ്ങളും അതിനോടനുബന്ധിച്ച് വലിയൊരു 2014 ഏപ്രിൽ 24 വലിയൊരു സംഗമവും നമ്മൾ നടത്തുകയുണ്ടായി. അതിൽ നമ്മുടെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ നമ്മുടെ വേദിയിലില്ല എങ്കിലും അവരെ കൊണ്ട് അനുസ്മരിക്കേണ്ട ഒരു ചിലർക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. ചില ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് ആയിരുന്നാലും നമ്മൾ 100ഓളം ആളുകളെ നമ്മൾ പിടിച്ചിരുന്നു. അതിനിപ്പോൾ ഏകദേശം 50-55 ആൾക്കാരെ തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ടില്ല വളരെ സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കാര്യപരിപാടികൾ ഒന്ന് കലണ്ടർ പ്രകാശനമാണ്. പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജയിച്ച നമ്മുടെ സഹോദര സഹോദരന്മാരെ ആദരിക്കുക എന്നുള്ള ഒരു മുഖ്യ പരിപാടി കൂടിയുണ്ട്. പിന്നെ കുടുംബത്തിലെ കാര്യപരിപാടികൾ ഇത്തരം ഈ 2 കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ഇതിനുള്ളൂ. ഇൻഷാ അല്ലാഹ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് വിജയിച്ച നമ്മുടെ സഹോദര സഹോദരന്മാരെ നമ്മുടെ ഈ കൂടി സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ കലണ്ടറിൻ്റെ പ്രകാശനത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഈ എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റിനെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നമുക്ക് സ്വാഗതം. പല കാര്യങ്ങൾക്കും ഈ കൊറോണ നമ്മുടെ പരിപാടികൾക്കൊക്കെ പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്യാനും നടത്താനും വിൽക്കാനും അന്വേഷിക്കാനും കൂടാനും
അവർക്കെല്ലാം നമ്മുടെ അനുമോദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ അങ്ങനത്തെ പോകാൻ ഔദ്യോഗികമായി വ്യക്തമായ നിലയിൽ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയ്യൻകാടിന്റെ ഓർഗനൈസേഷന്റെ അംഗത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ചെയ്യാറുള്ള നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ എല്ലാം ഒരു രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിനൊരു വ്യവസ്ഥാപിത രൂപം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ അംഗത്തെ ഫോറം ഇവിടെ ഉണ്ട്. അപ്പൊ അത് അംഗത്തെ ഫോറം വിതരണം തുടങ്ങിയാണ്. അപ്പൊ അതിന്റെ ആദ്യ കോപ്പി ഒതുക്കങ്ങൾ മാനു എന്ന മുഹമ്മദ് ഇവിടെ പങ്കെടുത്ത എല്ലാ ഫാമിലിക്കും പലായിരം നന്ദി അടിച്ചുകൊണ്ട് സംസാരിക്കേണ്ടിയല്ലോ. രക്ഷിതാക്കളെ, എന്റെ സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായി എന്നുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു സംസ്കൃതം ക്ഷണിച്ചത്. അത് വലിയൊരു ഭാഗമായി തന്നെ കരുതുകയും ചെയ്യും. ആദ്യമായിട്ട് ഞാൻ തിരുവിഴാമൂന്ന് സ്വദേശിയാണ്. തിരുവിഴാമൂന്നാണ് നമ്മുടെ കുടുംബസംഗമം ആദ്യമായി നമ്മൾ തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവിഴാമൂന്ന് കോയക്കുട്ടി ഹാജിയുടെ മകളാണ് ഞാൻ. സ്വന്തം സ്വദേശം തിരുവിഴാമൂന്ന്. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മേലാറ്റൂര് എത്തിക്കാട് എന്ന സ്ഥലത്തേക്കാണ്. എടപ്പറ്റ പഞ്ചായത്തിൽ 4-ാം വാർഡില് ഏപ്പിക്കാട് പ്രദേശത്തേക്കായിരുന്നു ഞാൻ മത്സരിച്ചത്. അവിടെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി എനിക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു. വിജയിച്ചപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. അതിലേറെ സന്തോഷം തോന്നിയത് നമ്മുടെ ഫാമിലി, കയ്യൻ ഫാമിലി ഇങ്ങനെയൊരു സംഗമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിലേറെ സന്തോഷം തോന്നുകയും ചെയ്തു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ 1000 നന്ദി രേഖപ്പെടുത്തി. ഭംഗിയായിട്ട് ഉഷാറായിരുന്നു. പണ്ട് നമ്മുടെ കൊറോണ അതിന്റെ ഭംഗിയായിരിക്കും. 2021 കലണ്ടർ പലതും എനിക്ക് മോശമായി പോയി. അത് ഈ വർഷം നന്നായി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2019 സെപ്റ്റംബർ 22-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ബാബാജിയുടെ കീഴിലുള്ള ഈ TFOന്റെ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. യാതൊരു പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടായിട്ടില്ല, കുടുംബങ്ങളിലും ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലൊക്കെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു കൊടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവസരം കിട്ടിയതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2019 ശേഷം നമ്മുടെ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരുടെ ചില ആവശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരികയും ആ ആവശ്യങ്ങളിൽ ഏകദേശം 6 കിടപ്പിലായ രോഗികൾക്ക് നമ്മുടെ പക്കൽ 10,000 രൂപ വെച്ച് അവർക്ക് കൊടുക്കാൻ കഴിയും. ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് 1,23,000 രൂപ നമ്മൾ നൽകിയിട്ടുണ്ട്. പിന്നെ 7 സഹോദരന്മാരുടെ മക്കളുടെ വിവാഹത്തിലേക്ക് 70,000 രൂപ നമ്മൾ ഈ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സഹോദരന്മാരിൽ നിന്ന് വാങ്ങിക്കൊടുത്ത പൈസ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 25-27 കുട്ടികൾക്ക് ഈ വർഷം മൊമെന്റോ കൊടുക്കാൻ 11,400 രൂപയോളം നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. മൊത്തം ഈ വർഷം നമ്മൾ ചെയ്ത പരിപാടി 1 വർഷവും 3 മാസവുമായി ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ട് നമുക്ക് 3,83,900 രൂപ നമ്മുടെ പ്രവർത്തന ഫലം കൊണ്ട് നമ്മൾ പല ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ചുരുക്കി പറയാം, ഇതിന് ശരിയായ കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. അതേപോലെ ജനബോഡിയിൽ അവതരിപ്പിച്ചു. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ചെയ്തതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇപ്പോൾ നിലവിൽ വന്നിട്ട് 2016 മുതൽ ഏകദേശം 5 വർഷമായി. ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു രജിസ്റ്റർ പോലും കാര്യമായിട്ടുള്ളത് നമുക്ക് ചെയ്തു എന്നല്ലാതെ ഒരാളെ മുന്നിൽ സമ്മതിക്കില്ല. ആര് എവിടേക്ക് എങ്ങനെയൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വിവരണവും നമുക്കില്ല. അത് ഈ 2021 ഇൻഷാല്ലാഹ് ഇത് 2000 പേപ്പറെ വാട്സപ്പിൽ സാധിക്കും. ഈ 2000 പേപ്പറും ഈ കലണ്ടറും നമ്മൾ ഇന്നിവിടെ വന്നവർക്കൊക്കെ കലണ്ടറുകൾ കൊടുക്കും. അതല്ലാത്തവർക്ക് എല്ലാ വീടുകളിലേക്കുള്ള കലണ്ടർ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നമ്മൾ ഏൽപ്പിച്ചിട്ട് അവർ അത് ഈ കലണ്ടറും ഈ ഫോമുമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് വരികയും അവിടെ നിന്നിട്ട് ആ വീട്ടിലുള്ള ഓരോ മെമ്പർമാരെ കാര്യങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിച്ചത് പോലെ നമ്മളെ ബോധിപ്പിച്ച് നമ്മുടെ കമ്മിറ്റി മുമ്പാകെ അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ ഈ കുടുംബത്തിൽ നമ്മുടെ ഈ കുടുംബവുമായിട്ട് സഹകരിച്ചു പോകാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണെന്ന് മനസ്സിലാവുകയും ആരൊക്കെ നമ്മളോട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നുണ്ടോ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിനാണ് ഈ രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഓരോ വീട്ടിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് മാസം സാധാരണക്കാരനായ വീട്ടിൽ നിന്ന് ഒരു 50 രൂപയെങ്കിലും നമ്മുടെ ഈ കുടുംബത്തിലേക്ക് മാറ്റി വെക്കണം എന്ന് വിനീതമായിട്ട് നമ്മളൊക്കെ അപേക്ഷിക്കുകയാണ്. കാരണം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. ഇപ്പൊ ഈ 3,83,900 രൂപ എന്ന് പറയുന്നത് 1 ഉറുപ്പ്യ ഇല്ലാതെയാണ് ഈ കമ്മിറ്റിയിൽ നമ്മൾ വന്നത്. ഇത് നമ്മുടെ സഹോദരന്മാരിൽ നിന്നൊക്കെ തിരിച്ചെടുത്ത പൈസയാണ്. ഈ പൈസ കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിരിവ് പരിപാടി എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ സമയത്ത് ഞാൻ അടക്കമുള്ള ആളുകൾ പോയിട്ട് തിരിച്ചിട്ട് വാങ്ങിയിട്ട് കൊടുക്കുന്ന പരിപാടി. അപ്പോൾ ആ ഒരു സമ്പ്രദായം നിർത്തിയിട്ട് അത് മോശമാണ്. ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചില ആളുകൾ പറയും തയ്യൽ കൊടുക്കാൻ തിരിക്കാൻ നടക്കുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു മോശം. പക്ഷെ നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല. സ്വമേധയാ ഓരോരുത്തർ താല്പര്യപ്പെട്ട് ഈ കമ്മിറ്റിയിലേക്ക് ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് സംഭാവന ചെയ്യാണെങ്കിൽ തന്നെ ഒരു വലിയ സംഖ്യ നമ്മൾക്ക് സ്വരൂപിച്ചെടുക്കാനും കഴിയും. അത് നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരിലേക്ക് വിനിയോഗിക്കാനും നമുക്ക് കഴിയും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇനിയിപ്പോൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 2 വർഷമാണ് ഈ കമ്മിറ്റിക്ക്. 1 വർഷം 3 മാസമായി. 7 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മിറ്റിന്റെ കാലാവധി തീരും. അപ്പൊ അതിന്റെ മുൻപ് ഇറങ്ങി മറ്റൊരു കമ്മിറ്റിനെ ഏൽപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് നാളെ അവർക്ക് ചെയ്യാനുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റിന് പറയും. പെട്ടെന്ന് നമ്മളെ ഈ യോഗം തിരിച്ചുവിട്ട് നമുക്ക് കുറച്ച് ഭക്ഷണമുണ്ട് ഇവിടെ, അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ. പിന്നെ കലണ്ടറിന്റെ കാര്യം നമ്മുടെ അൽദാൻ പറയും അത് എങ്ങനെയാണോ കൊടുക്കേണ്ടത്. ഈ കലണ്ടറിന്റെ വിതരണവുമായിട്ട് ഇവിടുന്ന് ഇപ്പൊ എല്ലാവർക്കും ഓരോ കലണ്ടറുകൾ തരും. ആ ഓരോ കലണ്ടറുകളുമായിട്ട് എല്ലാവർക്കും പോവാം. അത് കഴിഞ്ഞതിന് ശേഷം 4 കലണ്ടർ എക്സ്ട്രാ കൊണ്ടുപോകുന്നുണ്ടോ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം അവരായിരിക്കും. ഇപ്പൊ 100 കലണ്ടർ ഉണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ എല്ലാം ഫുൾ ഉത്തരവാദിത്വം.
കുറ്റി ഒരു ഭാഗത്ത് കൊടുക്കാൻ എന്നുള്ളത് ഇതാണ്. അതേപോലെ രജിസ്ട്രേഷനും പിന്നെ കലണ്ടറിന്റെ വിതരണവുമായിട്ട് ഞങ്ങൾ വീട് സമീപിക്കുക ഒരു 5 അംഗ സംഘങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാ വീട്ടിലും നമ്മൾ വരും. ആ വരുമ്പോ എല്ലാവരും സഹകരിക്കാം. അപ്പൊ ഒരു 50 രൂപയിൽ കുറയാണ്ട് ആ രജിസ്ട്രേഷൻ ഫീസിനും കലണ്ടറിനും കൂടി ഒക്കെ കൂടി ആയിട്ട് തരാം. ഒരു 50 രൂപയിൽ കുറയാതെ, അത് 50 ആവാം, 100 ആവാം, 200 ആവാം, 500 ആവാം, 1000 ആവാം, എത്രയാവാം, ചുരുങ്ങിയത് 50 രൂപ. നമ്മുടെ ഒരു മെമ്പറും നമ്മുടെ സഹോദരന്റെ ഭാര്യയുമായ ഒരാള് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ജ്യേഷ്ഠനും അനിയനുമില്ല. ഇത് കണ്ടപ്പോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മനസ്സ് ഈ കൂട്ടായ്മ തന്നെയാണ്. ഈ കൂട്ടായ്മ ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സന്തോഷത്തിൽ വരാനും നമുക്കൊക്കെ ഒരുമിച്ച് കൂടാനും കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഒത്തൊരുമയാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ലോക അവസാനം വരെ കൊണ്ടുപോകാൻ കഴിയേണ്ടത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ സഹോദരന്മാരുടെ വിഷമങ്ങളും വിഷമതകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടയിലേക്ക് ഇതേപോലെ ഓരോ കടലാസ് ഓരോ അപേക്ഷകളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ വരുന്ന അപേക്ഷ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തെ സഹായിക്കും എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ട്, നമ്മൾ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറാണ് എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെയുള്ള ഓരോ പാവപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ഓരോ അപേക്ഷകളുമായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നത്. ഈ അപേക്ഷകളെ നമ്മൾ നിരുത്സാഹപ്പെടുത്താതെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മളുടെ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും കൂടി സഹായിക്കണം. നമ്മുടെ അരീക്കോട് ഭാഗത്തു നിന്നും ട്യൂമർ തലക്ക് ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു കുട്ടിന്റെ അപേക്ഷയാണ്. 20 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നു. രണ്ടാമതും ഓപ്പറേഷൻ വേണം. വീട് പണയം വെച്ചിട്ടാണ് 6 ലക്ഷം രൂപ അവര് ഉണ്ടാക്കി കൊടുത്തത്. അതിന്റെ പലിശ കാര്യങ്ങളും വന്ന് ഇത് വായിക്കാം എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ രണ്ടാമത് ഓപ്പറേഷൻ പെട്ടെന്ന് വേണം. ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വന്നിട്ട് കുട്ടി ഒരു അങ്ങനത്തെ ഘട്ടത്തിലാണ് നിൽക്കുന്നതാണ് ഇപ്പൊ അതിൽ എഴുതിയത്. ഇത് വായിക്കണേ അങ്ങനെ വായിക്കാം അല്ല. ഇതാണിപ്പോ നമ്മൾ ഈ ഒരു അപേക്ഷ വരാനുള്ളതായ കാരണം നമ്മൾ ഈ കുടുംബത്തിന്റെ ഈ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയോടുകൂടി നമ്മൾ ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ഒത്തൊരുമിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഇതേപോലെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രജിസ്ട്രേഷനിൽ നമ്മുടെ ഓരോ ഭാഗത്തുള്ള ഏത് ആൾക്കാരാണോ എവിടെയാണോ ഉള്ളത് അവരെ നമുക്ക് ഇതിൽ അറിയാൻ കഴിയും. ഇവരെ ഓരോ ആൾക്കാർ എത്ര കുട്ടികളുണ്ട്, എന്ത് പഠിക്കണ്, എന്താവണ്, എന്താണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ, നമ്മുടെ വീട്ടിൽ എത്ര അസുഖങ്ങളുള്ളവരുണ്ട്, നമ്മുടെ വീട്ടില് വിധവയായ എത്ര ആളുണ്ട്, ഇതൊക്കെ അറിയാനും നമ്മുടെ രജിസ്റ്ററിൽ നമുക്ക് അതിന് ചാൻസ് ഉണ്ട്. ആ ഒരു രജിസ്റ്ററിൽ ഒരു ഇന്ന ഭാഗത്ത് കാച്ചിനിക്കാട് ഭാഗത്തോ തലക്കടത്തൂർ ഭാഗത്തോ അല്ലെങ്കിൽ അരീക്കോട് ഭാഗത്തോ നിലമ്പൂർ ഭാഗത്തോ എവിടെയാണെങ്കിലും ആ ഒരാള് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ആ ആള് പറയുന്നത് എന്താണ്, ആ വീടിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നമ്മൾ രജിസ്റ്റർ നോക്കിയാൽ മനസ്സിലാവും. അതിനാണ് നമ്മൾ രജിസ്റ്റർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ രജിസ്ട്രേഷൻ ക്ലിയർ ആയിട്ട് പൂരിപ്പിച്ച് നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ ഈ കുടുംബത്തിൽ അടുത്ത് വരുന്ന ഒരു തലമുറക്ക് നമ്മുടെ ഉപ്പാന്റെയും വല്യുപ്പാന്റെയും ഒക്കെ പേര് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം 1 2 തലമുറ അറിയുന്ന ആൾക്കാർക്ക് ആ തലമുറയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇല്ല, നമുക്ക് അറിയുന്ന തലമുറ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ പിന്നീട് വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ഉപ്പാനും അതിന്റെ ഉപ്പാനും പറയാൻ പറ്റും. അത് അങ്ങനെ ഒരു സംവിധാനം കൊണ്ട് നമ്മൾ ഇതിൽ കാണുന്നു. അങ്ങനെ ഈ കുടുംബത്തെ കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എല്ലാവരും മുന്നോട്ട് വരിക. ഇതിലേക്ക് അവനോട് എന്താണോ കഴിയുന്ന വെച്ചെങ്കിൽ അവർ കൊടുത്ത് അവരെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരിക. ഇത് വായിക്കണമെങ്കിൽ വായിക്കും. നമുക്കൊരു ഓഫീസ് വേണം, ഓഫീസിൽ ഒരു സ്റ്റാഫ് വേണം, പിന്നെ മാസം അല്ലെങ്കിൽ 6 മാസം പിരിക്കാൻ റിസീവർമാർ വേണം. ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനങ്ങൾ വന്നിട്ട് ഒരു ബോക്സ് വെക്കണം വീടുകളിൽ. ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് നടത്തുന്നത് പെട്ടെന്ന് ഒറ്റയടിക്ക് നടക്കാൻ സാധിക്കും.
അത് ഘട്ടഘട്ടമായിട്ട് നമുക്ക് നടത്താം. എന്നതുപോലെ ഈ ഒരു സംരംഭം ഇങ്ങനെ നമുക്ക് ഒത്തുകൂടാനും ഇങ്ങനെ എല്ലാവരും തമ്മിൽ കാണാനും പരിചയപ്പെടാനും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അതിലേക്കും നിങ്ങളെല്ലാവരും സഹായം ഞങ്ങൾ ഇപ്പോൾ ക്ഷണിക്കുന്നുണ്ട്. കാരണം അത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ വാക്കുകൾ അടുത്ത ഒരു കമ്മിറ്റി വരുമ്പോൾ നമുക്ക് പറയാതിരിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മളിതിൽ കണ്ടിട്ടുണ്ട് നമ്മളെ ഈ ഫോമിൽ. അപ്പം എല്ലാവിധ അനുഗ്രഹവും സർവശക്തനും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളെ കുടുംബത്തിന്റെ എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും കുടുംബത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ഭാഗം ആളുകളാണ്, സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളാണ്. അവിടെ ഇതിനുള്ളിൽ വരുമ്പോൾ നമ്മൾ ഒന്നാണ്. അത് നമ്മൾ ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ പഞ്ചായത്തിൽ ഇതിന്റെ അകത്ത് വന്നാൽ നമ്മളെ ഒന്നാണ് എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ അതുകൊണ്ട് എനിക്കത് പരിചയപ്പെടുത്താനാണ്, അങ്ങനെ ബന്ധപ്പെടാനാണ് ഞാൻ വന്നിട്ടുള്ളത്. DFO പ്രസിഡന്റാണ്, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നാണ്, 3 പ്രാവശ്യം ആളാണ്. എന്നാൽ നിങ്ങളൊക്കെ ബന്ധപ്പെടുവാൻ ഒരു തയ്യൽ കുടുംബം എന്നുള്ള നിലക്ക് എനിക്കറിയാൻ സന്തോഷമുണ്ട്. ഇവിടെ പിന്നെ പൂറി പറഞ്ഞതുപോലെ ഒരുപാട് മാരാട്ടങ്ങളും ഒരാൾ പ്രശ്നങ്ങളും എല്ലാവർക്കും കമ്മിറ്റിക്കുണ്ട്. അതുപോലെ തന്നെ കുടുംബ രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്കുണ്ട്. നമുക്കെല്ലാം ഈ പ്രവർത്തനത്തിന് നമ്മുടെ വാർഡുകളിലും ആളുകളാണ് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് ഈ തയ്യൽ ഞാൻ പറഞ്ഞാൽ ഞാനൊരു ദിവസം കാസർഗോഡ് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തയ്യൽ കുടുംബത്തിലെ ആ കാണുന്നു പോകുമ്പോൾ ഒരാൾ ഞാൻ വിളിച്ചാൽ പറഞ്ഞു ഈ ഇല്ലാതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ രാത്രി 12 മണിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് റോഡുമ്പോൾ രാഷ്ട്രീയ കാത്തിരിക്കാണ്. ഈ ആള് ഞാൻ പാസ് ചെയ്ത് അവിടെ വന്നു സംസാരിച്ചു. അപ്പൊ അത് നമ്മുടെ കുടുംബമായത് കൊണ്ടാണ് ആ സമയത്ത് 12 മണിക്ക് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കുടുംബസംഗമം എന്ന് പറയുമ്പോൾ ഒരുപാട് എന്തെങ്കിലും കിട്ടാനല്ല, നമ്മൾക്ക് പരസ്പരം ഈ ബന്ധപ്പെടണം, സ്നേഹമുണ്ടല്ലോ. നമുക്ക് എല്ലാവരും തയ്യക്കാരനാന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. തയ്യക്കാരൻ എന്ന് പറയുമ്പോൾ ഞാനൊരു പാർട്ടിക്കാരനാവും, പാർട്ടിക്കാരൻ നിന്നോ അത് വർദ്ധിക്കാതെ കഴിയും, അത് വേറെ പ്രശ്നം. തയ്യക്കാരൻ എന്ന് പല വാക്കും കാണുമ്പോൾ അതിന് ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് നിങ്ങളെ എല്ലാവരെയും മുന്നിൽ കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ഒഴിവാക്കുന്നതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിജയിച്ച ജനപ്രതിനിധികൾ ഞാൻ ഒരു നിങ്ങളുടെ മെമ്പറായ ആളുകളാണ്. സത്യപ്രതിജ്ഞ ചെയ്താണ്. സത്യപ്രതിജ്ഞ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് അസ്ലമായിരുന്നാലും ഇവി മുറിയായിരുന്നാലും ആ കർത്തവ്യം അതുപോലെ തന്നെ നിർവഹിക്കണം. അതിലൊരു മറ്റുള്ള എനിക്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമില്ല. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ജനങ്ങളുടെ ദാസന്മാരാണ്, സേവകരാണ്, കൂലിക്കാരാണ്. ആ ഒരു ഓർമ്മ നമ്മൾ ജയിച്ച ജനപ്രതിനിധികൾക്ക് വേണം എന്ന് കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നമുക്ക് നിർത്തുന്നു. അപ്പൊ ആരില്ല. ഡോക്ടർമാരുണ്ട്, വക്കീലുണ്ട്, അഡ്വക്കേറ്റൊക്കെ ഉണ്ട്. പക്ഷെ പാമ്പുറത്തുകാർ നമുക്ക് ഒന്ന് ആരും അതിന്റെ എവിടുന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ അവിടെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 5 ദിവസം പരിപാടി
നമുക്ക് രണ്ടാമത് പഠിച്ചതാണ്. മാത്രമല്ല അങ്ങനെ ഡേഞ്ചർ മേഖലയല്ല, അഡ്വഞ്ചർ മേഖലയല്ല ഏറ്റെടുക്കുന്ന ഒരാളാണ്. ഏതായാലും അങ്ങനത്തെ ഒക്കെ ധൈര്യശാലികൾ നമ്മുടെ കുടുംബത്തിലുണ്ടായി. ഒരു ഗ്രീൻ ഫ്ലാഗ്. പ്രത്യേകതയൊന്നുമല്ല, ഇവിടെ സ്വാഗതം കൂടി പറയുന്നത്. പക്ഷെ നമ്മളെ പ്രാദേശിക ഈ പ്രാവശ്യം വളരെ എല്ലാവരും സജീവമാണ്. ഈ കറണ്ട് കൊണ്ടത് എല്ലാവരും സജീവമായിട്ട് വളരെ സന്തോഷത്തോടെ ഈ സമയത്തൊക്കെ വാങ്ങാനും അതിന്റെ രജിസ്ട്രേഷൻ ചെയ്ത് എല്ലാവരും ശ്രമിക്കുക, എല്ലാ ഭാഗത്തും ശ്രമിക്കുക. നമുക്ക് ഇതിനെ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് അറിയുള്ളൂ. അറിയാത്തവർക്ക് കുറ്റപ്പെടുത്തല്ല. ഇതിന്റെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റി ഉണ്ട്, ഒരു ബോഡി ഉണ്ട് എന്നല്ലാതെ ഇതിന് നയാ പൈസ ഇല്ല. അപ്പൊ ഈ കലണ്ടറുകൾ നോക്കിയിട്ട് ഞാൻ തയ്യിലാണ്, ഇവിടെ 8 പെൺകുട്ടികളാണ്, 10 പെൺകുട്ടികളാണ് ഞാൻ വിളിക്കുകയാണ്. ഇത് കൊണ്ടുവരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വണ്ടിയിൽ നിന്ന് പോവുകയാണ്. വേറെ പറയുന്നത് നമുക്ക് എല്ലാ മേഖലയിലും ആൾക്കാരുണ്ട്. കുറെ ഉദാഹരണങ്ങളെ പല സംഭവത്തിൽ പറഞ്ഞു. എന്തൊരു കേസുമായി ബന്ധപ്പെട്ട് 2 ടീം കോടതിന്റെ ഇവിടെ നിൽക്കുകയാണ്, എന്താണ് റൂമിന്റെ അടുത്ത്. അപ്പൊ നമ്മളെ ജഡ്ജി ബാവുഞ്ഞാക്കാന്റെ മോനും ജഡ്ജിയാണ്. അപ്പൊ ഈ തയ്യക്കാര് പറയാനല്ലോ, ഇതിനിപ്പോ ഏത് ഭണ്ഡാരക്കാരൻ ജഡ്ജിയാണോ, ഇത് വെള്ളിയാഴ്ചയാണ്, എപ്പോഴും നമ്മളെ കേസ് പിടിച്ചാണോ, ഇതൊക്കെ ബാവുഞ്ഞാക്കാന്റെ മോൻ ഇവിടെ പുറത്ത് നിന്ന് കേൾക്കുകയാണ് റൂമില്. അപ്പൊ ഫസ്റ്റ് ഇവരെ കേസ് വിളിച്ചു, ഇവിടെ എവിടെയുള്ള ആൾക്കാരെ ചെന്ന ഇതിന്റെ ഒരു കോടതി പിരിഞ്ഞ നേരത്തെ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഞാനും തയ്യിലാണ് നേരം. അപ്പോഴാണ് ഇവര് തയ്യിലാണ് അതിനെ. അതേമാതിരി തയ്യില് മാർക്സിസ്റ്റിന്റെ, ലീഗിന്റെ, കോൺഗ്രസിന്റെ ഒക്കെത്തിനും പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ അവിടെ തയ്യൽ ഏരിയ സെക്രട്ടറി തയ്യൽ അറ്റാക്കാണ്, LC സെക്രട്ടറി തയ്യൽ കെബീർ മാഷാണ്. ഇതേപോലെ തന്നെ ലീഗിന്റെ തയ്യക്കാരാണ് ഫുള്ള്. ഇത് ഫ്ലക്സ് അടിക്കുന്ന ഫുള്ള് തയ്യക്കാരവിടെ. ഇതേപോലെ നമുക്ക് ഫ്ലക്സ് ഫ്രീ ആണ്. യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയാണ്, കോട്ടക്കൽ മുനിസിപ്പൽ. അതിന്റെ ചെറിയ സെക്രട്ടറി തയ്യക്കാരനാണ്, ആശിക്കുന്നത്. കോൺഗ്രസിന്റെ ആൾക്കാർ, നമ്മുടെ മുസ്താഫ് അക്ബറിനെ പോലുള്ള ആൾക്കാർ, കോൺഗ്രസിന്റെ അഷ്റഫ് എന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് എല്ലാ മേഖലയിലും ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കത് വേണ്ടത്ര രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ പ്രാദേശിക കമ്മിറ്റി എന്തായാലും നല്ല ഉഷാറാക്കി കൊടുത്തിട്ട് ഇതിനോട് സഹകരിച്ച് ഈ പരിസംഖ്യന്റെ കാര്യം കഴിയുന്നത് ഒരു ഫണ്ട് നമ്മളെ കഴിഞ്ഞ നമുക്ക് ധൈര്യമായിട്ട്. ഇപ്പൊ ഞാനിത് തുടക്കത്തിൽ വന്നെന്ന് ആംബുലൻസ് വരെ ഏർപ്പാടാക്കുന്നത് ഇറ്റപ്പാന്റെ പേരില് ആലിക്കൽ. ഇറ്റപ്പാന്റെ പേരിലവിടെ വെയിറ്റ് ഷെഡ് ഉണ്ട്. മരിച്ചിന്റെ വിദ്യ വർഷം തന്നെ അവിടെ വെയിറ്റ് ഷെഡ് ഉണ്ടാക്കി. അവിടെ കുറച്ച് പിന്നെ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ അതിപ്പോ എനിക്ക് നടപ്പാക്കാൻ കഴിഞ്ഞ എത്രയും കാലം ഒതുക്കുന്നതിന് ഇപ്പൊ അടുത്ത് നടപ്പാക്കാൻ പോകും. ഒതുക്കുന്നത്തെ കമ്മിറ്റി ഇവിടെ പോലും പറയുന്നുണ്ട്. അതിന് കുറെ ഫോർമാലിറ്റീസുകളുണ്ട്. അതിന് അന്വേഷിക്കാൻ നമുക്ക് വക്കീലന്മാരുണ്ട്. അപ്പൊ അതിന് വേറെ ഓഫീസിന്റെ കാര്യം തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. റൂമിന്റെ കാര്യം കോട്ടൊക്കെ ഞാൻ കുറെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓഫീസ് നമുക്ക് വിചാരിച്ച സ്ഥലത്തിൽ ഓഫീസ് പെട്ടെന്ന് ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം. പണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് തയ്യൽ പട്ടൺ പാലസിന്റെ മേലെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൂം തന്നെ കിട്ടാൻ വേണ്ടി നിൽക്കുന്നത്. കിട്ടായിട്ടാണ് ഈ താമസിക്കുന്നത്. ഈ ഒരു ഓഫീസ് പറയുമ്പോൾ എനിക്ക് ബേജാറാണ്. കാരണം വെച്ചാൽ നമുക്കൊരു 10-40 ആളെങ്കിലും കൂടാനുള്ള ഒരു ഓഫീസ് ഒരു ചെയറിടാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ റൂം തന്നെ നോക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഈ പ്രാദേശിക കമ്മിറ്റി കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഒന്ന് ഉഷാറാക്കണം. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് 4 പേരാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഉപ്പ, എളാപ്പ, അനുജൻ, ഞാൻ. എൻ്റെ അനുജൻ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റതാണ്. ആ സങ്കടത്തിൽ എന്നോട് ഇരിക്കുന്നതാണ് വിളിച്ചിട്ട് വരുന്നത്. പിന്നെ വയനാട്ടിൽ മുട്ടിൽ ഓർഫനേജിന്റെ മുട്ടിൽ ടൗണിൽ തന്നെ മുട്ടിലെത്തിയാലാന്ന് കേട്ടിട്ടുണ്ടാവും പറയുന്നത്. വയനാട് കൽപ്പറ്റയിൽ നിന്ന് ബത്തേരിക്ക് പോകുന്ന റൂട്ടിൽ കൽപ്പറ്റ കഴിഞ്ഞ് 4 കിലോമീറ്റർക്ക് അപ്പുറം മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലം. വയനാട്ടിൽ ഒരുപാട് ഇപ്പൊ സിജലൊക്കെ അറിയാം. വയനാട്ടിൽ ഒരുപാട് പിന്നെ കുടുംബങ്ങളുണ്ട് നമ്മളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുമിച്ച് കൂട്ടണം. ഇതുപോലെ ഒരു വേദി അവിടെ ഉണ്ടാക്കണം. അതിന് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അവിടെ ഇതേപോലെ ഭംഗിയായി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്ത്രീക്ക് വന്നിരുന്നു, പരിചയപ്പെടാൻ പറ്റി. കുടുംബത്തെ അടക്കം ഫാമിലിയായിട്ട് അവർ വന്നിരുന്നു. നല്ല രൂപത്തിൽ അവരെ സന്തോഷിപ്പിച്ച് തന്നെ തിരിച്ചയക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും ഈ ഒരു വന്ന വേളയിൽ 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്, നമ്മുടെ കേരളത്തിലാകമാനം നമ്മുടെ ഈ ഒരു തയ്യൽ ഫാമിലി ഇങ്ങനെ പടർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് ഓരോ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു ഫോൺ നമ്പർ ഡയറക്ടറി ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഗ്രൂപ്പിലിടുമ്പോൾ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ നൗഫലിനെ പരിചയപ്പെട്ടു. നൗഫൽ
പറഞ്ഞത് വണ്ടിയായിട്ട് വരുന്ന സമയത്ത് നിസാറ് പരിചയപ്പെട്ടപ്പോൾ വണ്ടിയായിട്ട് വരുമ്പോൾ എന്താവശ്യത്തിനും വിളിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും പാതിരാവിലൊക്കെ കൊടുക്കുമ്പോഴേ നമ്മുടെ ഫാമിലി ഇവിടെ ഉണ്ട്, നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാമെന്ന് തോന്നുന്ന രൂപത്തിൽ നമുക്ക് അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധപ്പെടാനോ കാര്യങ്ങളൊക്കെ ഒരു നമ്പർ അടങ്ങുന്ന ഒരു ഡയറക്ടറി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ ഒരു സംഭവമായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ ഭാഗത്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ബന്ധപ്പെടാനും ഒക്കെ ചെയ്യാനൊക്കെ ഇവരുടെ നമ്പർ സംഘടിപ്പിക്കുന്നത് വെച്ച് നന്നാവുന്നുണ്ട്. അതുപോലെ നമ്മൾ നടത്തുന്ന ചാരിറ്റി ആയാലും ഏത് വിഷയത്തിലായാലും ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് കഴിവിൻ്റെ പരമാവധി സഹകരണം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് വയനാട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യാണ്. എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരും വരിക. വരുമ്പോഴൊക്കെ ഞങ്ങളുടെ നമ്പർ കൂടെ ഉണ്ട്, വിളിക്കുക, ബന്ധപ്പെടാൻ, നമുക്ക് പരിചയപ്പെടാം, സ്നേഹം പുതുക്കാം. നമ്മുടെ ഫാമിലിയുടെ ഒരു സെറ്റപ്പ് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ ഒരു പ്രാദേശിക കമ്മിറ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുമ്പോൾ അത് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു ഊർജ്ജമാവും, അവർക്കൊരു അനുഗ്രഹമാവും, രംഗത്ത് വരാനും നമുക്കൊരു ആശ്വാസമായി മാറാനൊക്കെ അവർക്ക് സാധിക്കും. അവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ടും കരുത്തുമാണ്. നമ്മളൊക്കെ ഒന്ന് ഒറ്റക്കെട്ടായ ഇതേപോലെ ഇതിലും നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ നന്നായി സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. വയനാട് ജില്ലയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അതിനുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വയനാട് നമ്മുടെ പാലക്കാട് ജില്ലയില് ഈ പട്ടാമ്പിത് പോയിട്ട് കുറെ കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. ഒക്കെ തിരുവന്ന് പോയത്, അഞ്ചൂര് തെക്കൻ കൊല്ലൂർ ഭാഗത്ത്, വാരണാക്കര ഈ ഭാഗത്തുനിന്ന് പോയ ഒരുപാട് കുടുംബങ്ങൾ. അപ്പൊ അതിൽ ഒരാൾ എനിക്ക് വിളിക്കുന്നുണ്ട്, തയ്യൽ ഷേർബാക്കല്ല, അതേ നിങ്ങളെ എവിടെ വിളിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാട് എവിടെ? പാലക്കാടിന്റെ സ്ഥലമാണ് മുണ്ടൂര് വേറെ. പിന്നെ മുണ്ടൂര് കുടുംബങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ ഞാൻ ബാപ്പുന്റെ നിങ്ങളെ നമ്പർ കൊടുത്തിരുന്ന മുണ്ടൂരത്തെ ആൾക്ക്. അപ്പൊ അവർ പാലക്കാട് അയാൾ നല്ലൊരു വളരെ ഉഷാറുള്ള ആളാണ്. മുണ്ടൂരത്തെ ആൾ മറ്റാൾ വേറെ ആളുടെ നമ്പർ എന്താ എൻ്റെ ആണ്. അപ്പൊ അവർ ഒന്നായി പാലക്കാട് കമ്മിറ്റി വിൽക്കണം, അതിന്റെ ശ്രമം നടത്താനൊക്കെ പറഞ്ഞു. ഭംഗിയായി കൂടിയല്ലോ, എല്ലാവർക്കും മുഖാമുഖം കാണാൻ കഴിഞ്ഞു. ഈ വോയിസിലും മറ്റുമൊക്കെ കാണാൻ കേൾക്കുന്നില്ലാതെ മറ്റൊന്നും കേൾക്കാറില്ലല്ലോ. കൂടാൻ കഴിയാൻ നമ്മൾ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും കൂടി ഒരു കൂടണമെന്നുള്ളത്. കൂട്ടായ്മ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ. ഇനി നമ്മളെ വരും തലമുറയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ പേരക്കുട്ടികളും മറ്റുമൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഫാമിലി ഉണ്ടായിരുന്നു. അത് എവിടേക്ക് എങ്ങനെയൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത് 2016 യോഗത്തിലാണ്. 4 വർഷം മുമ്പ് തന്നെ ഇതിന്റെ യോഗത്തിന്റെ കൂട്ടായ്മകൾ ഇവർ കണ്ടുപിടിക്കാൻ വേണ്ടി കടലിൽ നിന്ന് ഒരു കാലിന്റെ കാലമായിട്ടാണ് നടന്നിരുന്നത്. അങ്ങനെ പല ഭാഗത്തും നമ്മുടെ കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഭരണകാലത്ത് നമ്മളെ കൂടിയവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങളെ തീ പെട്ടാട്ടോ.